നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി തൃഷയെ ലക്ഷ്യമിട്ട ദ്വയാർത്ഥ പ്രയോഗവുമായി നടനും തമിഴ്നാട് മുൻ ഉപമുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കാവേരി നദീജല തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായി തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു DMK നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. തൃഷയ്ക്കെതിരായി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട്ടിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയാണ്. അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ 6 വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെ പോലീസ് എത്തി. തഞ്ചാവൂരിൽ നിന്നും പോലീസ് സംഘം ഉദയനിധിയുടെ വീടിന് മുന്നിൽ എത്തിയതോടെ DMK പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുൻ മന്ത്രിമാരായ KN നെഹ്റു, മാ സുബ്രഹ്മണ്യൻ, ഉദയനിധിയുടെ ഭാര്യ സംവിധായിക കൃതിക പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉദയനിധി മദ്രാസ് ഹൈക്കോടതിയിലും എത്തി. ഉദയനിധിയുടെ അറസ്റ്റ് തടയണമെന്ന അഭിഭാഷകർ കോടതിക്ക് മുന്നിൽ പരാമർശിച്ചു. ഉദയനിധി നിയമസഭയിൽ തിരിക്കാനുള്ള നീക്കമാണ് അറസ്റ്റിന് പിന്നിലെന്നും DMK വാദിച്ചു. ഹർജി ഉച്ചയ്ക്ക് ശേഷം കേൾക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിവരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി ഉത്തരവിട്ടു. അതേസമയം ഉദയനിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിൽ TVK പരാതി നൽകി. പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഉദയനിധിക്കെതിരെ CPM രംഗത്തെത്തി. സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ അനുവദിക്കാനാകില്ല എന്ന് P. ഷൺമുഖം പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച DMK പരിപാടിയിൽ വെച്ചാണ് വിജയെയും തൃഷയെയും ബന്ധപ്പെടുത്തി ഉദയനിധി അശ്ലീല പരാമർശം നടത്തിയത്. പ്രസംഗത്തിന് പിന്നാലെ TVK ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉദയനിധിയെ വിമർശിച്ചു. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താൻ ഇന്ന് രാവിലെയാണ് TVK നേതാക്കൾ ആഹ്വാനം ചെയ്തത്. ഇതിനു പിന്നാലെ ഉദയനിധിക്കെതിരെ തഞ്ചാവൂർ പോലീസിലും ദേശീയ വനിതാ കമ്മീഷനിലും പരാതിയെത്തി. TVK വനിതാ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന ഭൈരവിയാണ് ദേശീയ വനിതാ കമ്മീഷനിൽ പരാതി നൽകിയത്. കാവേരി വിഷയത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്നും അദ്ദേഹത്തിന് ആകെയുള്ള ജോലി DMKക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക എന്നതാണെന്നും ഉദയനിധി പറഞ്ഞപ്പോൾ പ്രവർത്തകർ തൃഷ എന്ന് കൂട്ടത്തോടെ വിളിച്ചതോടെ പ്രസംഗം നിർത്തിയ ശേഷം ഉദയനിധി നടത്തിയ പരാമർശമാണ് വിവാദമായത്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളിലാണ് ശ്രദ്ധ എന്ന് ഉദയനിധി ആരോപിച്ചു. ഇതിന് ചെറുചിരിയായിരുന്നു ഉദയനിധിയുടെ മറുപടി. പിന്നാലെയായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം. ഉടൻ തന്നെ താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ഉദയനിധി വഴുതി മാറി. ദ്വയാർത്ഥ പ്രയോഗത്തിന് ഉദയനിധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിലും വിമർശനം ഉയർന്നു. അറപ്പുളവാക്കുന്ന പരാമർശം എന്നാണ് TVK MLA രേവന്ത് ചരൺ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന പരാമർശമാണിത്. ആർക്കെതിരെയും ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. പരാമർശം അക്കൂട്ടരുടെ മനോഭാവവും രാഷ്ട്രീയ സംസ്കാരവും നിലവാര തകർച്ചയും വെളിപ്പെടുത്തുന്നു. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും തരം താണ പ്രവൃത്തിയാണ് എന്നും രേവന്ത് ചരൺ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് BJP മുഖ്യ വക്താവ് നാരായണൻ തിരുപ്പതി ആവശ്യപ്പെട്ടിരുന്നു. തഞ്ചാവൂരിൽ മുഖ്യമന്ത്രി വിജയെയും തൃഷയെയും കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗം അറപ്പുളവാക്കുന്നതും അശ്ലീലവും മ്ലേച്ഛവും ലജ്ജാകരവുമാണെന്നും അമ്മയും ഭാര്യയും മകളുമുള്ള ഒരു വ്യക്തിയും ഇത്രയും നീചമായി സംസാരിക്കില്ല എന്നും ഇത്തരത്തിൽ സംസാരിക്കുന്നവരോട് ഒരു അമ്മയും ഭാര്യയും മകളും ക്ഷമിക്കുകയും ഇല്ല. എന്നാൽ ദ്രാവിഡ മോഡൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ പരസ്യമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കണ്ടു നിൽക്കുന്നു എന്നത് ലജ്ജാകരമാണ് എന്നായിരുന്നു നാരായണൻ തിരുപ്പതി സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും മാപ്പ് പറയണമെന്നുമാണ് TVKയുടെ ആവശ്യം. കോൺഗ്രസ് അധ്യക്ഷൻ മാണിക്യം ടാഗോറും BJP നേതാവ് K. അണ്ണാമലയും ഉദയനിധിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ മന്ത്രിമാരും സമൂഹമാധ്യമങ്ങളിൽ കൂട്ടത്തോടെ പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ പ്രസംഗത്തിൽ നടി തൃഷയുടെ പേര് പോലും ഉദയനിധി പരാമർശിച്ചിട്ടില്ല എന്നാണ് DMK IT വിങ്ങിന്റെ വിശദീകരണം. നാളെ നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് ഈ വിവാദം കത്തിനിൽക്കുന്നത്. കാവേരി വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനും നിയമസഭയിൽ നിന്ന് ഉദയനിധിയെ മാറ്റി നിർത്താനും TVK നടത്തുന്ന കൃത്രിമ നീക്കമാണിതെന്നാണ് മുൻ മന്ത്രി TRB രാജ ആരോപിച്ചത്.
ഉന്നത രാഷ്ട്രീയ വേദിയിൽ ഒരു പ്രമുഖ വനിതയെ ലക്ഷ്യമിട്ട് അപമാനകരവും ഇരട്ട അർത്ഥമുള്ളതുമായ പരാമർശം നടത്തിയെന്ന് TVK പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പൊതുപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാന്യതയ്ക്കും പൊതുവേദിയിലെ പെരുമാറ്റച്ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് ഇത്തരം പ്രസ്താവനകളെന്നും പാർട്ടി ആരോപിച്ചു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ട് ഉദയനിധി സ്റ്റാലിന് നോട്ടീസ് നൽകണമെന്നും TVK ആവശ്യപ്പെട്ടു. തൃഷയെ ലക്ഷ്യമിട്ട് സ്ത്രീകളെ വസ്തുവൽക്കരിക്കുന്നതും അശ്ലീല സ്വഭാവമുള്ളതുമായ ഭാഷ ഉപയോഗിച്ചതിന് ഉദയനിധി നിരുപാധികമായി പരസ്യമായി മാപ്പ് പറയണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം തൃഷയെ അധിക്ഷേപിച്ച് മുതിർന്ന AIADMK നേതാവ് RB ഉദയകുമാർ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നത് തൃഷയ്ക്ക് മാത്രമെന്നാണ് അധിക്ഷേപം. വൈകാതെ വിജയ് തൃഷയെ ഉപമുഖ്യമന്ത്രിയാക്കും. രാത്രി 12 മണിക്ക് മുഖ്യമന്ത്രിക്കൊപ്പം കേക്ക് മുറിക്കാൻ വേറെ ആർക്ക് കഴിയുമെന്നും ഉദയകുമാർ വിമർശിച്ചിരുന്നു. നേരത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രമായ പ്രഖ്യാപിച്ച ജനനായകൻ റിലീസ് ചെയ്ത ദിവസം സംസ്ഥാന സർക്കാർ അപ്രഖ്യാപിത അവധി നൽകിയെന്ന ആരോപണവുമായി AIADMKയുടെ മുതിർന്ന നേതാവ് RB ഉദയകുമാർ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ള ഭരണ നേതൃത്വം സിനിമ കാണുന്നതിനാണ് മുഴുവൻ ശ്രദ്ധ നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്കും സംസ്ഥാനത്തിനാകെയും അപ്രഖ്യാപിത സർക്കാർ അവധി പ്രഖ്യാപിച്ചതുപോലുള്ള സാഹചര്യം തമിഴ്നാടിനെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉദയകുമാർ ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി വിജയെ അനുഗമിച്ച് മന്ത്രിമാരും MLAമാരും ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കൾ റിലീസ് ദിനത്തിൽ തിയേറ്ററുകളിൽ എത്തി സിനിമ കാണുകയും സെൽഫികൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ആഴ്ചയിൽ ഒരിക്കൽ നടത്തേണ്ട പ്രധാന ഔദ്യോഗിക ചുമതലകൾ പോലും മുഖ്യമന്ത്രി അന്നേ ദിവസം മാറ്റിവെച്ചതായി ഉദയകുമാർ പറഞ്ഞു. ഭരണനിർവഹണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം സർക്കാർ ആഘോഷിക്കുന്നതിലായിരുന്നു മുഴുവൻ ശ്രദ്ധയെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. റിലീസ് ദിനം ഉത്സവമായി ആഘോഷിക്കണമെന്ന മന്ത്രിയുടെ ആഹ്വാനത്തെയും അദ്ദേഹം പരിഹസിച്ചിരുന്നു. സിനിമ റിലീസിനോടനുബന്ധിച്ച് ആരാധകരുടെ ആഘോഷങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും ഉദയകുമാർ ആരോപിച്ചിരുന്നു. കാവേരി ഡെൽറ്റയിലെ ജലസേചന പ്രശ്നം, കർണാടകയുമായുള്ള ജലവിതരണ തർക്കം, മേക്കേദാട്ടു അണക്കെട്ട് വിഷയം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. തിയേറ്ററിനുള്ളിലിരുന്ന് വികാരാധീനരായ മന്ത്രിമാർ കാവേരി ഡെൽറ്റയിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്കാണോ, കർണാടക വെള്ളം നൽകാത്തതിനാണോ, അതോ മേക്കേദാട്ടു അണക്കെട്ട് തർക്കത്തിനാണോ കണ്ണീർ പൊഴിച്ചത് എന്നായിരുന്നു ഉദയകുമാറിന്റെ പരിഹാസപരമായ ചോദ്യം. സിനിമകളിലെ പഞ്ച് ഡയലോഗുകളും സാങ്കല്പിക പ്രതിച്ഛായകളും യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കാലം യാഥാർത്ഥ്യം തുറന്നു കാട്ടുമ്പോൾ മുഖ്യമന്ത്രിയുടെ സിനിമാറ്റിക് ഇമേജ് തകരുമെന്നും അപ്പോൾ യുവാക്കൾ യാഥാർത്ഥ്യം തിരിച്ചറിയുമെന്നും RB ഉദയകുമാർ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.